ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മളെയും ഈ നിമിഷങ്ങളെയും പ്രത്യേകിച്ച് ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഇത് ലോകത്തിൽ എവിടെയെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് എങ്ങനെയെല്ലാം കേൾക്കുന്നോ അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ സ്പർശനമുണ്ടാകാൻ വേണ്ടി ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരേണ്ടതിന് ആവശ്യമുള്ള കൃപാവരങ്ങൾ മക്കളുടെ ഹൃദയങ്ങളിൽ എന്നെ ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുന്നത് 10, 100 അല്ലെ 500, 1000 എത്ര ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ആയിരം അവസ്ഥകളിൽ ബോധ്യങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ആത്മാവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രത്യാശയുടെ തൻ്റെ അരികിലേക്ക് കടന്നു വന്നവരെ എല്ലാവരും അനുഗ്രഹിച്ച് കാരുണ്യവനായ കർത്താവേ, നിൻ്റെ കൃപ കൊണ്ട് ഈ മക്കളെ എല്ലാം നിറയ്ക്കണമേ എന്ന്. കർത്താവ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെക്കുറിച്ച് എനിക്കൊരു വലിയ പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങളെന്നെ വിളിച്ച് അപേക്ഷിക്കും, നിങ്ങളെൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും, നിങ്ങളെന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിനക്ക് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ദൈവത്തിന് വചനം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ അന്വേഷണം ഒന്ന് പൂർണ്ണമാകാൻ, എല്ലാവരും അന്വേഷിക്കുന്നവരാ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന ഒരു കൃപയിലേക്ക് വരുവാൻ ഈശോയെ കൃപ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യാശയുടെ നിലയിലേക്ക് കടന്നു വന്നവരെ എല്ലാവരും അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവേ, ഇത് വെറുതെ ഒരു സമയം പോക്കായിട്ടെടുക്കാതെ ഇതിൻ്റേതായ അഭിഷേകവും അനുഭവവും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ എല്ലാ മക്കൾക്കും കൃപയാവട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈശോയെ പോറ്റി വളർത്തിയ അമ്മേ, മക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നീ നിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിക്കുക, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം സ്വരമാണ് കേട്ടുകൊണ്ടിരിക്കാൻ ഒരുങ്ങുന്നത്, അല്ലെ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടാനിരിക്കുന്നത്. ഈ നിമിഷം എനിക്ക് ആദ്യമായിട്ട് ഇതൊരു ഫസ്റ്റ് ഫേസാണ്. എത്രയോ ഫേസുകൾ മുമ്പോട്ട് വരും. ഈ ഫസ്റ്റ് ഫേസിൽ ഞാൻ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചോദിച്ച ഒരു പ്രത്യേകിച്ച് അമ്മയുടെ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ ജപമാലയിൽ അതിൻ്റെ 3ാമത്തെ രഹസ്യമുണ്ട്. ആ 3ാമത്തെ രഹസ്യം രാജാക്കന്മാർ ഉണ്ണിയെ വന്ന് കണ്ട് അവർക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു ഉൾക്കാഴ്ച കിട്ടുന്നുണ്ട്. ഈ ഉണ്ണിയേശു ലോകത്തിലേക്ക് കടന്നു വരുന്ന ആ സദ്വാർത്ത പരിശുദ്ധ അമ്മയെ അറിയിക്കേണ്ട നിമിഷം തന്നെ ഏതോ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലിരിക്കുന്ന 3 ജ്ഞാനികൾ, രാജാക്കന്മാരായിരിക്കാം, നല്ല വിവരവും കൃപയുമുള്ളവരായിരിക്കും തീർച്ചയായിട്ടും. അല്ല, ദൈവസ്വരത്തിന് കാത് കൊടുത്ത് ദൈവം ഞങ്ങൾ എന്ത് വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന നല്ല നല്ല കാര്യങ്ങളിൽ ലോകത്തിനും സമൂഹത്തിനും പങ്കിട്ടുകൊണ്ടിരുന്ന 3 സുപ്രധാന വ്യക്തികൾ, മോശക്കാരൊന്നുമല്ല, അവർ പരിവാരത്തോടെ വന്നുവെന്നാണ് പറയുന്നത്. കർത്താവ് ഉണ്ണിയേശു മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷത്തിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാതാവ് ഏറ്റുപറഞ്ഞ ആ നിമിഷം ഈ രാജാക്കന്മാർ പോന്നിട്ടുണ്ടായിരിക്കണം അവരുടെ പ്രത്യേക ദേശങ്ങളിൽ നിന്ന് ഒരു നക്ഷത്രം കണ്ടുകൊണ്ട്. എന്തോ ഒരു വലിയ കാര്യം ലോകത്തിന് നന്മ വരാൻ പോകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് 3 ദിക്കുകളിൽ നിന്ന് 3 പേര് പുറപ്പെട്ട് ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവരുടെ യാത്രകളിൽ ഒന്നിച്ചു കൂടുകയും അവർ ജെറുസലേമിൽ എത്തിച്ചേരുകയും അവിടെ വന്ന് ഉണ്ണി ജനിച്ചു കിടക്കുന്ന സ്ഥലം ജെറുസലേമിലെ കാലിത്തൊഴുത്തിന് അവർ വന്ന വഴികൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഉണ്ണിയേശുവിനെ കണ്ട് അവർക്കുള്ളതെല്ലാം അവർ ഉണ്ണിയേശുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുക. ഞാൻ ഓർക്കും, എത്രയോ നാളുകൾ ദീർഘദൂരം യാത്ര ചെയ്ത് മണലാരുണ്യങ്ങളും ഒക്കെ താണ്ടി മൃഗങ്ങളും അല്ലെങ്കിൽ പരിവാരങ്ങളുമൊക്കെ ആയിട്ട് വരുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അവരെന്തുമാത്രം തീഷ്ണതയോടെ ആ കാര്യത്തിലേക്ക് വന്നത്. എന്തോ ഒരു നന്മ ലോകത്തിൽ വരാൻ പോകുന്നത് കണ്ടുകൊണ്ട് ആ ദിവ്യമായ ദർശനമൊന്ന് ദർശിക്കാനായിട്ട് കടന്നു വന്ന മനുഷ്യർ, അവർ വന്ന് അവർക്കുള്ളത് മുഴുവൻ, ഒരാൾക്ക് സ്വർണ്ണമായിരുന്നു, അവർ കാഴ്ചവെച്ച് 3 കാര്യങ്ങളാണ്. സ്വർണവും മീറായും കുന്തിരിക്കവും 3 കൂട്ടം സാധനങ്ങൾ അവർക്കുള്ളത് അവർ യേശുവിൻ്റെ പാദാന്തികത്തിൽ അർപ്പിച്ച് ഉണ്ണിയെ ആരാധിക്കുക. ഏതാനും ദിവസങ്ങൾ അവിടെ നിന്ന് ആരാധിച്ച ശേഷം അവരുടെ വലിയ ആത്മസംതൃപ്തിയോടെ അവർ തിരിച്ചു പോവുകയാണ് അവരുടെ ദേശങ്ങളിലേക്ക്.
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു സ്വർഗീയ ദർശനം കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നൊരു കാര്യമുണ്ട്, ഈ യേശു ആരാണെന്നുള്ള വലിയൊരു അവയർനെസ് കിട്ടണം. അത് ആ ആട്ടിടയന്മാർ വന്നതുപോലെ, നമുക്കറിയാം രാജാക്കന്മാർ വന്നതുപോലെ, ഉണ്ണിയേശു ജനിച്ച് ആ നിമിഷത്തിൽ ഇതാ വരുന്നു കുറച്ച് ആട്ടിടയന്മാർ. അവർ പാവങ്ങൾ ആടിനെ പോറ്റി ആട്ടുകൂടിൻ്റെ അടുത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നവരാ. തണുപ്പിൻ്റെ അതിഘോരമായ തണുപ്പിൽ തീ കാഞ്ഞുകൊണ്ടിരുന്ന ആ പാവപ്പെട്ട ആട്ടിടയന്മാർ തീർച്ചയായിട്ടും ഒരു ആടും കുഞ്ഞുമായിട്ടാണ് ഒരാൾ വരുന്നത്. കാരണം അറിയത്തില്ല, കുഞ്ഞ് ജനിച്ച സദ്വാർത്ത അറിയിക്കുന്നത്, ഞാൻ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു, വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തോട്ടിയിൽ കിടക്കുന്ന ഒരു ദൈവ ശിശുവിനെ നിങ്ങളിപ്പോൾ കാണും എന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഒരു വ്യൂഹം വന്ന് പാട്ടുപാടുക. സ്വർഗീയ സ്വരം എന്തെന്നാ, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത് പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് എനിക്കൊന്നാ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്, മക്കളിൽ നിങ്ങൾക്ക് സമാധാനം. ഈ ലോകത്തിൽ സമാധാനമുള്ളവർ എത്ര മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ആവശ്യമുള്ള സമാധാനം എനിക്കുണ്ടോ? 100 പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യഗ്രതകളുമായി ഓടുന്ന മനുഷ്യരിലെ നമ്മൾ എല്ലാം മാറ്റിവെച്ച് ആ ജ്ഞാനികളായ മനുഷ്യർ നാളുകൾ മണ്ണും മണലും മണലാരണ്യങ്ങളും ആറും പുഴയും കടലും കടന്ന് അവരേതൊക്കെയോ ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചുകൂടി എവിടെയോ ഒരു ദേശത്ത് വെച്ച് ആ നക്ഷത്രത്തിൻ്റെ കൊടുത്ത ഗൈഡൻസ് അനുസരിച്ച് അവർ കാലിത്തൊഴുത്തിന് മുമ്പിൽ വന്ന് ഉണ്ണിയെ കുമ്പിട്ട് ആരാധിക്കുക. അതിഭയങ്കരമായ ആത്മീയ നിർവൃതി. അതുപോലെ തന്നെയല്ലേ പാവപ്പെട്ട ആട്ടിടയന്മാർ വന്നത്? ഒരാട് കുഞ്ഞുമായിട്ട് ആരോ പറഞ്ഞു ഉണ്ണിക്ക് ആദ്യം കൊടുക്കേണ്ടത് ആടുംപാലാണ് എന്ന് വായിക്കോട്ടെ. ആ ആടും കുഞ്ഞുമായിട്ട് വന്ന് അവർ ഉണ്ണിയെ കണ്ട ആത്മസന്തോഷത്തിൽ നിറഞ്ഞ നിർവൃതിയോടെ അവരും കടന്നു വന്ന് ഏറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് മടങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരോടും ലോകത്തിനോട് മുഴുവൻ എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ആത്മനിർവൃതിയിൽ ഞാനും നീ നിറയണം. മറ്റൊന്നും വേണ്ട, സമാധാനമായിട്ടൊന്ന് ജീവിക്കണം ഒരു ദിവസമെങ്കിലും. എത്ര പേരാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ, ഞാനിനി എങ്ങോട്ടാ എന്ത് ചെയ്യും, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒഴുകുന്നവർ, എനിക്ക് എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂറുകളുണ്ടെന്ന് ചിന്തിക്കുന്നവർ, എന്തിനാ ജീവിതമെന്ന് ചിന്തിക്കുന്നവർ, 100 തരത്തിൽ തകർന്ന് തരിപ്പണമായ മനുഷ്യർ, പണവും സമ്പത്തും ഒക്കെ ഏറെയുണ്ട്, എനിക്ക് എന്തുമാകാമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്തുമാകുന്ന രീതിയിൽ നടക്കുന്നവർ, അവരോട് എനിക്ക് പറയാനുള്ള ചോദിക്കാനുള്ള ഒറ്റ കാര്യം, മക്കളെ എത്രമാത്രം സമാധാനത്തിലാണ് നീ ആയിരിക്കുന്നത്? നിനക്ക് സമാധാനം തരാനായിട്ട് ഇതാ വലിയ സ്വർഗത്തിൽ നിന്നൊരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനപുത്രൻ മനുഷ്യനായി ഇത് അവതരിച്ചിരിക്കുന്ന ജെറുസലേമിൽ കാലിത്തൊഴുത്തിൽ. എന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ച മകനെ മകളെ, എൻ്റെ മുമ്പിലായിട്ട് കടന്നു വരുന്ന മക്കളെ, നിങ്ങൾ സമാധാനം. അതുകൊണ്ട് സമാധാനത്തിൻ്റെ രാജാവായി എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഈശോ വസിക്കട്ടെ. ഉണ്ണിയേശുവിനെ ഹൃദയത്തിലിരുത്തിക്കൊണ്ട് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ വെമ്പം കൊള്ളുന്നൊരു കർത്താവ്. വചനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മകനെ മകളെ, ഞാൻ നിൻ്റെ ഹൃദയ കവാടങ്ങൾ വന്ന് മുട്ടുന്നു, ആരെനിക്ക് വേണ്ടി തുറന്നു തരുന്നുവോ അവനോടത് ഞാൻ ഉല്ലസിക്കുകയും പുത്തൻ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ജീവിതം മുഴുവൻ കൂടെയായിരിക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു ദൈവീകതയുണ്ട് എനിക്ക് നിനക്കും. എൻ്റെ കൂടെ എന്നോട് കൂടെ എന്നെ കൂട്ടി ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ വെമ്പൽ കൊള്ളുന്നൊരു ദൈവീകത. അതെ, അത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. ആ യേശുവിൻ്റെ നാമവും ആ യേശുവിൻ്റെ ജീവനും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുന്ന നല്ല മക്കളായി രൂപപ്പെടുവാൻ നമുക്ക് തയ്യാറാകാം. സമാധാനത്തിൻ്റെ രാജാവ്, വേറെ ഒന്നും പറയേണ്ട പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് നിൻ്റെ സമാധാനം വേണം, എനിക്ക് ഈശോയെ നിന്നോട് കൂടിയായിരിക്കണം. കർത്താവ്, നീ രാജാതിരാജനായി സ്വർഗത്തിൻ്റെ രാജനായി വാണരുന്ന നീ എൻ്റെ ഹൃദയത്തിലും നീ വാണരുന്ന് ലോകത്തിൽ സമാധാനത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ കൊള്ളാൻ ആവശ്യമുള്ള കൃപാവരങ്ങൾ എന്നിൽ വർഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.